ആയിട്ട് ഞാൻ പോരാ. ഒരാളെ ഒന്ന് തല്ലി തരണം. അല്ല ആളാരാ? ആളെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ കേശവൻ ചേട്ടൻ ഒറ്റയ്ക്ക് പോരാ, ആളൊത്തിരി കരുത്തനാ. ഒരു 2-3 പേരും കൂടെ വേണം. കാശ് എത്ര തരും? കാശൊക്കെ ഞാൻ തരാമെന്നേ. നമ്മളിനി അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാനില്ലേ. അതുകൊണ്ടാ കടം പറ്റില്ലെന്ന് പറഞ്ഞത്. ചേട്ടാ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന് ആവശ്യമുള്ള പണം ഞാൻ തരാം. എന്നാ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടല്ല. അയ്യോ, അതിന് മുമ്പ് കല്ലണം. 50 രൂപ വെച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി. 50 രൂപയ്ക്ക് ഞാൻ എവിടെ പോവും? പിന്നെ സാറേ, സാർ സാറേ ഓഫീസ് വിട്ട് വരികയായിരിക്കും. അതെ, ഞാൻ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരികയായിരുന്നു. അടിയന്തരം ഒരു 50 രൂപ കടം വേണം. എനിക്കല്ല, രാരിച്ചനമ്മാവനാ, രാധയുടെ അച്ഛനെ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. സാറിന് 8-8 മണിക്ക് വീട്ടിൽ ഉണ്ടാവോ? തരാനാ. ഇവിടെ ആളില്ലേ? ആരാ? ഞങ്ങളാ. എന്താ? കൂലിക്ക് തല്ലാൻ വന്നതാ. കൂലിക്ക് തല്ലാനോ? ആരെ? നിങ്ങളെ. ഞാൻ ആരോടും തല്ലിനും വഴക്കിനും പോകാറില്ല. നിങ്ങൾ തല്ലണ്ട, ഞങ്ങൾ വലിക്കോളാം. എന്നെ അടിക്കരുത്. ഞാൻ ഒരു സമാധാനപ്രേമിയാ. ഒരു കവിളിൽ അടിച്ചാൽ മറു കവിളും കാണിക്കുക, അതാ എന്റെ ആദർശം. ഇതാ. അപ്പൊ താനല്ലേ പറഞ്ഞു സമാധാനപ്രേമിയാണെന്ന്? അത് ഞാൻ പണ്ടൊരു പുസ്തകത്തിൽ വായിച്ചതാ. ഇപ്പോഴത്തെ കാലത്ത് പറ്റത്തില്ല. ചോമയുണ്ടെ ഒറ്റ കെട്ടിക്ക് വാടാ. അയ്യോ സാറേ, എന്നൊന്നും ചെയ്യരുത്. ആ വാസു പറഞ്ഞു വന്നതാ. അവന്റെ പെണ്ണിന് സാറ് നോക്കാതിരിക്കാൻ. അയ്യോ, സാറിന്റെ തേജസ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. വരാം 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 വരാം.
എന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ചേ എന്നെ കിണറ്റിലിടരുത്, എന്നെ കിണറ്റിലിടരുത്. അയ്യോ, കിണറ്, കിണറ്. അതെ, ഈ അടിപിടി എനിക്ക് വലിയ പരിചയമില്ലാത്ത. അപ്പൊ നീ അതെന്നെ കൊണ്ട് ചെയ്യിച്ചത്. അതുകൊണ്ട് ഈ ഷർട്ടൊക്കെ കഴുകി ഒരു 50 തൊട്ടി വെള്ളം കോരി ചൂടാക്കി എന്നെ കുളിപ്പിച്ചിട്ട് പോയാൽ മതി. ഒരിക്കൽ തൊട്ടി തൊട്ടിയോടെ തൊട്ടി എത്ര തൊട്ടി? 50 തൊട്ടി. അയ്യോ, പയ്യൻ നല്ല മിടുക്കനാ, നടന്നാ നമ്മുടെ ഭാഗ്യം. ലക്ഷ്മിക്കുട്ടിയെ പറഞ്ഞാ നീ വിശ്വസിക്കില്ല. അവന്റെ ഈ വീട്ടിലോട്ടുള്ള ആദ്യത്തെ ആ വരവുണ്ടല്ലോ, ആ വരവ് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇതൊരു വരവാണെന്ന്. അവൻ ഈ വീട്ടിലോട്ട് കയറിയത് വലതുകാലി വെച്ചാ. ഏത് കാലി വെച്ച് കയറിയാലും വേണ്ടതല്ല, അവക്കിഷ്ടമായല്ലോ, എനിക്കത് മതി. എങ്ങനെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാ 7-8 വർഷത്തേക്ക് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. നിങ്ങളൊന്ന് പോയി ചോദിക്കുന്നേ, എന്തോന്ന് കല്യാണം എപ്പോഴാണ് നടത്തുന്നതെന്ന്. അത് കൊള്ളാം. അവൻ ഇങ്ങോട്ട് വന്നല്ലേ പെണ്ണ് ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ കുറച്ച് ഗമയൊക്കെ കാണിച്ച് ഒടുവിലങ്ങ് സമ്മതിക്കും. നിങ്ങൾ അങ്ങോട്ട് ചെന്നാ മതി, അയാൾ ചോദിച്ചോളൂ. ഇപ്പൊ നമ്മളോട് എങ്ങനെയാ പറയുന്നതെന്ന് വിചാരിച്ചിരിക്കായിരിക്കും. എന്നാലും എനിക്കൊരു വിലയില്ലേ ലക്ഷ്മിക്കുട്ടി? ഓ, വിലയ്ക്ക് ഒരു കുറവും വരത്തില്ലെന്നേ. നിങ്ങൾ ഒന്ന് പോയി നോക്ക്. ആ, നീ ആ കൊടയും തോർത്തും എടുക്ക്. അയ്യോ, ദേ വരുന്നുണ്ട് ദുശകുനം. നാരായണ നാരായണ നാരായണ. കത്തിന്റെ കാര്യം അമ്മ അവൻ അറിഞ്ഞോ? അറിഞ്ഞു. എന്തു തോന്നി? അവൾക്ക് നല്ല കാലം വന്നു എന്ന് തോന്നി. മരിക്കാൻ നേരത്ത് അമ്മാവൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് മറന്നോ? മറന്നിട്ടല്ല വാസുണ്ണി. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോ നിന്റെ അമ്മ എന്റെ അടുത്ത് വന്നു. അവളെ രാജിച്ച എഴുന്നേൽക്ക്. കല്യാണത്തിന് മാത്രം പെൺകുട്ടികളുടെ അഭിപ്രായത്തിന് എതിര് നിൽക്കരുത്. നീ എനിക്ക് തന്ന വാക്ക് ദാ തിരിച്ചെടുത്തോ. ഞാൻ വാസുണ്ണിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും വാസു? മോനെ, മോരും വെള്ളം കുടിച്ചിട്ട് പോടാ. ലക്ഷ്മിക്കുട്ടിയെ, ഇനി ആ കൊടയും തോർത്തും കിടത്തും. അവനോടൊന്ന് ചോദിക്കാതെ നമ്മൾ എങ്ങനെയാ മിസ്സിസ് തമ്പിക്ക് വാക്ക് കൊടുക്കുക? അവനോട് ചോദിച്ചാ ആദർശം പറഞ്ഞോണ്ട് വരും. അപ്പോഴത്തേക്കും പെണ്ണിനാരെങ്കിലും ആമ്പിളരെ കൊത്തിക്കൊണ്ടു പോകും. 30,000 രൂപ വാടക കിട്ടുന്ന ബിൽഡിങ്സാ അവളുടെ പേരിലുള്ളത്. ആഭരണങ്ങളാണെങ്കിലോ എണ്ണിയാ തീരാത്തത്. പിന്നെ ഇംഗ്ലീഷ് അല്ലാതെ ഒരു വാക്ക് അവള് പറയില്ല. ഇങ്ങനത്തെ ഒരു മരുമകളെ കിട്ടാൻ നമ്മൾ ഭാഗ്യം ചെയ്തിരിക്കണ്ടേ? തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ഒരു കൺട്രി ടൈപ്പാണ് അവനെന്ന് അറിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഞാനത് പറയൂ. വിനയന് ജോലി ഡൽഹിയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനുമായി പരിചയപ്പെട്ടാൽ അവര് സത്യം അറിയില്ലേ? ഒരക്ഷരം മിണ്ടില്ലെന്ന് സത്യം ചെയ്ത് വാങ്ങിച്ചേച്ചല്ലേ അവനെ ഞാൻ കല്യാണ പന്തലിലേക്ക് അയക്കുള്ളൂ. എനിക്കെന്തോ വലിയ വിശ്വാസം വരുന്നില്ല. നിങ്ങളൊന്നും മിണ്ടായിരിക്കണം. ഞാൻ ഇന്ന് തന്നെ ഡൽഹി വിളിച്ച് അവനോട് വിവരം പറയാന്നാ മിസ്സസ് തമ്പിയോട് പറഞ്ഞിരിക്കുന്നത്. അവനോട് വന്നു കിട്ടിയാ പിന്നെ കല്യാണം കഴിഞ്ഞേ പറഞ്ഞേക്കാവൂ, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിക്കളയും. എന്നാൽ അവനോടൊന്ന് വരാൻ പറയണ്ടേ? ഡൽഹിയിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞ പോരെ മമ്മി? കുട്ടികളുടെ കാര്യം നോക്കിയാ മതി. ഒരു എഴുത്തയച്ചാലോ? അല്ല, ചേട്ടനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ ഞാൻ പോയി പറഞ്ഞോളാം. അത് കൊള്ളാം. ബാബുവിനേതായാലും കോളേജിൽ പോണ്ടല്ലോ ഇപ്പൊ. മാത്രമല്ല, ചേട്ടന്റെ വില്ലേജൊക്കെ ഒന്ന് കണ്ടുവരികയും ചെയ്യാം. പക്ഷെ മാരേജിന്റെ കാര്യമൊന്നും പറയണ്ട. വെറുതെ ഞങ്ങൾക്കൊന്ന് കാണാനെന്ന് പറഞ്ഞാ മതി. അതൊക്കെ ഞാൻ ഏറ്റു മമ്മി. ആ, എന്നാ നാളെ തന്നെ പുറപ്പെട്ടോ. കാറ്റ് വന്നു കള്ളനെ പോലെ ഹലോ, ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിനയന്റെ വീട് ഏതാ? വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ നിങ്ങളാരാ? വിനയന്റെ അനിയനാ. അയ്യോ, വിനയൻ സാറിന്റെ വീട് ഇവിടെ ഇല്ല. പിന്നെ ഇവിടുന്ന് പടിഞ്ഞാറോട്ട് ഒരു 15 മൈല് പോണം. അവിടുന്ന് തെക്കോട്ട് ഒരു 8-8.5 മൈലും കൂടെ പോണം. പിന്നെ ഒരു പള്ളിയാണ്, പഴകുറ്റിപ്പള്ളി, അതിന്റെ തൊട്ടടുത്താ. ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു പള്ളിയുണ്ട്, അത് പഴയ പള്ളി. ഇവിടെ അല്ല, ഇത് പഴകുറ്റിപ്പള്ളി, അവിടാ. വെരി കൈൻഡ് ഓഫ് യു. ഗ്രാമസേവക, ഗ്രാമസേവക.
നീ എന്താണ് ഈ നേരത്തെ ഇവിടെ? ചേട്ടനെ കാണാൻ. എന്നെ കാണാനോ? ഉം. വാ. എന്താടാ ബാബു, വീട്ടിലെല്ലാം വിശേഷിച്ച്? ഒന്നുമില്ലെന്നേ. ഒന്നുമില്ല. നീ രാത്രിയില് എന്താ, എനിക്ക് എന്റെ ചേട്ടനെ കാണാൻ വന്നൂടെ? പിന്നെ പകല് തന്നെ ഞാനിവിടെ എത്തേണ്ടതാ. നല്ലവനായ ഒരു നാട്ടുകാരോട് വഴി ചോദിച്ചതുകൊണ്ട് അയാൾ പറഞ്ഞ വഴി മുഴുവൻ കറങ്ങേണ്ടി വന്നു. ഓ, ഭയങ്കര ക്ഷീണം. നീ വല്ലതും കഴിച്ചോ? എന്ത് കഴിക്കാനാ? എന്നാ വാ, വല്ലതും കഴിച്ചു ചേട്ടൻ നടന്നു. മോളെ ആ പാല് കുപ്പി ഇങ്ങെടുത്തേ. ഇതാ അമ്മേ. അല്ലേ, നീ പാല് കൊണ്ടുപോകാൻ കാത്തു നിൽക്കായിരുന്നോ? മോളിത്തിരി വെള്ളം ഇങ്ങെടുത്തേ. വേണ്ട അമ്മേ, അതിൽ വെള്ളം ഒഴിക്കണ്ട. എടീ, നീ ആണ് കൊള്ളാമല്ലോ. ശരി, വേണ്ടെങ്കി വേണ്ട, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കേട്ടോ, മോള് പറഞ്ഞത് കേട്ടോ? കേട്ടു കേട്ടു. 10 ഗുണം 10 ഗുണമെന്നല്ലേ നിന്റെ അല്ലേ മോള്? ആണുങ്ങളെ വീഴ്ത്താൻ വേറെ ആരെങ്കിലും പഠിപ്പിക്കണോ? പിന്നെ ഞാൻ എത്ര ആണുങ്ങളെയാണ് വീഴ്ത്തിയത്? ഒന്നുമില്ലെങ്കിൽ നീ എന്നെ വീഴ്ത്തിയില്ലേ? അതൊക്കെ പറ, പിള്ളേര് കേക്കും. മിണ്ടല്ലേ, ഇതെന്റെ അനിയനാ, ഇന്നലെ വന്നതാ. രാധ ഇപ്പൊ പൊയ്ക്കോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പുഴക്കരി വരാം. അവിടെ കാണാം. വരുമോ? ചേട്ടാ, എനിക്ക് നീന്തി കുളിക്കണം. എവിടെ പുഴ? പുഴയോ? നീ പുഴയിലൊന്നും കുളിക്കണ്ട. പരിചയമില്ലാത്ത വെള്ളത്തിൽ കുളിച്ചാ വല്ല ജലദോഷം മറ്റേ വരും. അപ്പൊ ഇവിടുന്ന് പോകുന്നവരെ ഞാൻ കുളിക്കാൻ പാടില്ലേ? ദേ കിണറുണ്ട്, തൊട്ടിയിരിപ്പുണ്ട്, വേണമെങ്കിൽ കോരി കുളിച്ചു. അതും എനിക്ക് പരിചയമില്ലാത്ത വെള്ളമല്ലേ? പറയുന്നേക്ക് ബാബു, ഞാൻ ഒന്ന് മുങ്ങി തോർത്തിട്ട് ഇപ്പൊ വരാം. എന്നിട്ട് വേണമെങ്കിൽ നിനക്ക് വെള്ളം ചൂടാക്കി തരാം. ചേട്ടാ, ഈ നാട്ടിൻപുറത്ത് വന്നിട്ട് ഒന്ന് നീന്തി കുളിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ രസം. ഇവിടുത്തെ പുഴ നീ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. നിന്റെ സ്വിമ്മിംഗ് പൂൾ പോലൊന്നും അല്ല. ഭയങ്കര ഒഴുക്കാ. പരിചയമില്ലെങ്കിൽ പോക്ക് തന്നെ. എന്നാ നമുക്ക് ഒരുമിച്ച് പോകാം. ചേട്ടനുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ലല്ലോ. ബാബു പറയുന്നേക്ക്, ബാഗിലൊക്കെ തുറന്നു കിടക്ക. രണ്ടാളും കൂടെ ഒന്നിച്ച് പുറത്തു പോയാ ഇവിടെ കള്ളന്മാരുടെ ശല്യം കുറച്ച് കൂടില്ല. എന്തൊക്കെയാ കൊണ്ടുവന്ന് പറയാൻ പറ്റില്ല. വാതിലൊക്കെ ഇപ്പൊ അടയ്ക്കാം. വേണ്ട, നീ വരണ്ട. നിർബന്ധമാണെങ്കിൽ ഞാൻ വന്നിട്ട് പോക്കോ. ഇവിടെ പോയി മുൻവശത്തിരിക്കാൻ. ശരി. ഹലോ, ഏയ് ഒന്നിങ്ങോട്ട് വന്നേ. എന്നെയാണോ? ഒന്ന് വരൂ. ഈ നാട്ടുകാരനല്ലേ? അതെ. എന്റെ പേര് ബാബു. വീട് എറണാകുളത്താ. ഈ നാട്ടിൻ പുറമൊക്കെ ഒന്ന് ചുറ്റിക്കാണുന്നുണ്ട്. ഒന്ന് സഹായിക്കോ? അതിപ്പോ ഞാൻ എങ്ങനെ സഹായിക്കാനാ? ഇവിടുത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നാ മതി. ഫോർ എക്സാമ്പിൾ അമ്പലങ്ങൾ, പുഴ, വയലുകൾ. അല്ല, അതിനെന്താ വേണ്ടെന്ന് വെച്ച് തരാം. ഇതിനു മുമ്പ് നമ്മൾ ഒന്നിൽ എവിടെയോ വെച്ച് കണ്ടതുപോലൊരു തോന്നൽ. ഇല്ലല്ലോ. ഞാൻ ഇന്നലെ ഈ നാട്ടിൽ വന്നത് തന്നെ. എന്റെ ചേട്ടൻ ഇവിടെ ജോലി. വരുമ്പോൾ ഒരു റാസ്കലിനോട് എന്റെ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു. അയാൾ വഴി ആകെ തെറ്റിച്ച് പറഞ്ഞെന്ന് 10-20 മൈൽ എന്നെ കറക്കി. അയ്യോ, ആരാ വഴി തെറ്റിച്ചേ? ആരാണെന്നറിയില്ല. പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചുമില്ല. ചേ, ആരായാലും അങ്ങനെ ചെയ്ത മോശമായി. സാറ് വരണം. ഈ നാട്ടിലെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത്രയൊക്കെ ആയിട്ടും സാറിന്റെ പേര് ചോദിച്ചില്ലല്ലോ. പേരെന്താ? വാസുണ്ണി. വാസുണ്ണി കയറിക്കോളൂ. എന്താ മടങ്ങിയിരിക്കും? നേരെ പോട്ടെ. ശിവൻപിള്ളേ, ഇന്ന് നീ എന്നെ പ്രതീക്ഷിക്കണ്ട. എന്താ സാർ ഇവിടെ നിർത്തിയത്? ഇറങ്ങൂ, പറയാം. ഇതേത് സ്ഥലമാ സാർ? നമ്മൾ പുറപ്പെട്ടെടുത്തു നിന്നും കൃത്യം 30 മൈലിക്ക് പോകുന്നു. ആഹാ.
ഇവിടുന്ന് 30 മൈൽ പടിഞ്ഞാറോട്ട് പോയാൽ ഒരു പള്ളി കാണും, പഴകുറ്റിപ്പള്ളി. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും തന്നെ വീട് കാണിച്ചു തരും. മനുഷ്യനെ വഴിതെറ്റിക്കാൻ നടക്കുന്നു റാസ്കൽ. പൈസ പോലും ഇല്ല, ഒരാവശ്യമില്ലാത്ത പണിയായിപ്പോയി. ഇനി വന്നേ. പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒരു ഇല്ലന്റെ വാങ്ങിച്ചോണ്ട് വരണം. ഇൻലൻഡ് എന്തെങ്കിലും ഉണ്ട് സാർ, ഞാൻ തരാം. ഇതാ. പിന്നെ ഒരു ഉപകാരം കൂടെ ചെയ്യണേ, ആ ബ്ലോക്ക് ഓഫീസിൽ പോയി എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞു വരും. എന്ത് വിശേഷം സാർ? അല്ല, അവിടെ എന്തെങ്കിലും വിശേഷം കാണും. ബസ്സിന് കാശ്. ഭാസ്കരല്ലേ സാർ, നീ വന്നേ. പിന്നെ ആരുടെ കല്യാണത്തിന് എന്തോ പോവാൻ ലീവോ മറ്റോ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതൊന്നല്ല സാർ, നാളെയാ. അത് ശരി, എന്നാലും ഇന്ന് തന്നെ ലീവ് എടുത്തോളൂ. കാരണം ഈ കല്യാണത്തിന്റെ തലേദിവസം എത്തുന്നത് നല്ലതല്ലേ? വളരെ സന്തോഷം. അല്ല, ഈ ഓഫീസിലോട്ടൊക്കെ എന്തിനാ കയറി വരുന്നത്? വന്നാലെന്താ? അല്ല, ഇവിടെ പലരും വരുന്നതല്ലേ. ഏതായാലും വന്നേലക്ക് ഇരിക്കൂ. ഇരിക്കുന്നേ. എന്തായാലും വീട്ടിൽ നിന്നും പോന്ന ശേഷം ചേട്ടൻ നല്ല പ്രോഗ്രസ് ഉണ്ട്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ചേട്ടൻ ഒരു കാമുകനാകാൻ സാധിക്കുമെന്ന്. നീ ചുമ്മാരി ബാബു, ഈ കാമുകൻ കീമുകൻ എന്നൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെല്ലാ കാമുകന്മാരും പറയുന്നതാ. ഇതങ്ങനല്ല. ജീവിതത്തിൽ സുഖവും ദുഃഖവും പങ്കിടാൻ ഒരു പങ്കാളി വേണം തോന്നി. മനസ്സിനിണങ്ങിയ ഒരു നാടൻ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോ ആകെ കൂടെ അസ്വസ്ഥതയായി. അത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാ. എന്താ ചേട്ടന്റെ പ്ലാൻ? അവളെ ഉടനെ വിവാഹം കഴിക്കുക. സംഗതി സീരിയസ് ആയ നിലയ്ക്ക് കല്യാണം ഉടനെ നടത്തുന്നതാണ് ബുദ്ധി. അതാ ഞാനും ആലോചിച്ചത്. വീട്ടിൽ പോയി നമ്മുടെ അച്ഛനോടും അമ്മയോടും വിവരം പറഞ്ഞാലോ? ഐഡിയ കൊള്ളാം. പക്ഷെ അവിടെ ചെന്നാൽ മിസസ് തമ്പിയുടെ മകളെ കഴുത്തിൽ തൂക്കിയിട്ട് അവർ ചേട്ടനെ വിടും. പിന്നെ എന്ത് ചെയ്യും ബാബു? ഇത്തരം കാര്യങ്ങള് ചേട്ടനും അനിയനും തമ്മിൽ സംസാരിക്കുന്നത് ശരിയാണോ? നീ പറഞ്ഞേ. പ്രായപൂർത്തിയായ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണിന്റെ അല്ലാതെ വേറെ ആരുടെ അനുവാദം വേണ്ട. അറിയാമോ ചേട്ടന്? അത് ശരിയല്ല. കാരണം നമ്മൾ നേരായ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ. നേരായ മാർഗമാണ് ഈ പറയുന്നത്. എന്തായാലും നമ്മുടെ ഡാഡിയും മമ്മിയും ഇതിന് സമ്മതിക്കില്ല. ആ നിലയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് അവരെ അറിയിക്കുന്നതല്ലേ നല്ലത്. അല്ല ബാബു, ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ എന്താന്ന് വെച്ചാലേ എനിക്ക് പേടിയാവുന്നു. പേടിയും പ്രേമവും ഒരു കുടയുടെ കീഴിൽ പോവില്ല. ചേട്ടൻ ധൈര്യമായിരിക്കെ. നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കാം. മമ്മിയുടെ ചെവിയിൽ ഈ വിവരം എത്തുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നറിയോ? അവിടെ മറ്റേ പ്രശ്നം ചൂടുപിടിച്ചിരിക്കുക. ഇപ്പം
രാധയുടെ വീട്ടിലേക്ക് ആര് പോവും ആലോചിക്കാൻ? അതിനൊക്കെ ഞാൻ മതി ചേട്ടാ. ഒരു കാരണവരെ കൂടി സംഘടിപ്പിച്ചാൽ പരിപാടി ഉഗ്രനായി. അല്ല, കാരണവരെയൊക്കെ സംഘടിപ്പിക്കാം. എന്നാ ബാക്കി കാര്യം ഞാൻ ഏറ്റു.